സ്റ്റോറേജ് റണ്ണിങ് ഔട്ടാണ്, അതുകൊണ്ട് ഇങ്ങനെ തീരുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കാരണം വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ മൈ എൻഡ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ജനങ്ങളൊന്ന് അറിയാം. കാരണം ഇത് കണ്ണടച്ചിരുന്നിട്ടുണ്ടാക്കുന്ന സംഭവമൊന്നുമല്ല. ഇതിൽ ഇപ്പം ഓരോന്നും ഞാൻ ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ടൈം ആൻഡ് എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻഡിൽ ഡേ ഈ ഒരു സംഭവം തന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ എക്സിബിഷന് കൊണ്ടുപോകേണ്ടതായിരുന്നു. അത് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് തന്നെ 1.5 കൊല്ലത്തോളമായി. ബട്ട് സ്റ്റിൽ പിന്നെ ഇത് ഓണം വിപണി അടുത്തതുകൊണ്ട് ഞാൻ ഇടപെടാമെന്ന് വെച്ചിട്ട് ഒന്ന് ചാടി ഇതാക്കിയതാണ്. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറേ ഈ AI ഇപ്പോൾ ലിങ്ക്ഡിനിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അത് ആകെ എനിക്ക് കിട്ടിയത് 2 ഇൻറ്റേൺഷിപ്പാണ്. 2023 സ്റ്റുഡൻറ്റ് ലിവിങ് സൊല്യൂഷൻ, അതിപ്പോൾ ഗർബാർ അങ്ങനെ എന്തോ പേര് മാറ്റിയിട്ടുണ്ട്. അതിൽ കോണ്ടൻറ് റൈറ്ററായിട്ട് കിട്ടി. പിന്നെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ ലാസ്റ്റ് വരെ ഈ അയോധ്യ ബേസ് ചെയ്തിട്ടുള്ള ഈ സ്റ്റാറ്റസിൽ അത് കോണ്ടൻറ് റൈറ്ററായിട്ട് തന്നെയാണ് കിട്ടിയത്. ഇൻറ്റേൺഷിപ്പ് അത് രണ്ടും ചെയ്യാൻ കാണിച്ചാൽ ഒന്ന് ലോങ് ഫോം ആയിരുന്നു. ആദ്യത്തെ ലോങ് ഫോം കോണ്ടൻറ് റൈറ്റിംഗ് ആണ്, രണ്ടാമത്തത് ഈ റിയൽ എസ്റ്റേറ്റിനൊക്കെ കണ്ടിട്ട് ഞാൻ കൊടുത്തതാണ്. അപ്പം ഇൻറ്റേൺഷിപ്പും അല്ല, ഞാൻ കണ്ടമാനം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇൻറ്റേൺഷിപ്പ് കണ്ടപ്പോൾ ഒന്ന് കൊടുത്തുന്നില്ല റിയൽ എസ്റ്റേറ്റിൻ്റെ. അപ്പം റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് ഇതായിരുന്നു, ഷോർട്ട് ഫോം കോണ്ടൻറ് റൈറ്റിംഗ് ആയിരുന്നു. റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റേ ആസ്പെക്റ്റിലോട്ടൊന്നും പോയിട്ടില്ല. ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ബിസിനസ് ഡെവലപ്മെൻറ്റ് ടീമിന് ഇൻറ്റേൺസായിട്ട്. അവർക്ക് എന്താ ഫംഗ്ഷൻ എന്നറിയില്ല. നമ്മളത് പിന്നെ ക്രിയേറ്റീവ് ടീം ആയതുകൊണ്ട് ടീം തന്നെ വ്യത്യാസമായിരുന്നു. അതിൽ ഞാൻ കണ്ട ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. കോണ്ടൻറ് റൈറ്റേഴ്സ് ഉണ്ട്, കോണ്ടൻറ് ഡിസൈനേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഹാൻഡ്ലേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ കയറുന്ന സമയത്ത് കുറേ പേര് ഇറങ്ങേണ്ട സമയമായിട്ടുണ്ടാവും. ഇവരെല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ 5:30 ഒരു മീറ്റിംഗ് വെക്കും. ആകെ ഒരു അത്ര സമയം ഉണ്ടാവുള്ളൂ. അത് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ റിമോട്ടായിട്ട് ചെയ്യാൻ നിൽക്കും നമ്മളെല്ലാവരും ഒക്കുന്നു. പക്ഷേ ആരും വീഡിയോസ് ഓൺ ആക്കാറൊന്നുമില്ല. എല്ലാവരും വീഡിയോസ് ഓഫ് ആക്കിയിട്ട് തന്നെയാണ്. പിന്നെ കണ്ടൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അവസാനം എത്തുമ്പോൾ ചില കൂട്ടർ ഇപ്പം നമ്മൾ കയറിയതിന് ശേഷം കയറിയ കോണ്ടൻറ് റൈറ്റേഴ്സ് ഉണ്ടാവും. ഇവർ പിന്നെ ഈ ഒരു 5:30 മീറ്റിംഗ് ആകെ ചിലപ്പോൾ അത്ര സമയം ഉണ്ടാവുള്ളൂ, ഒരു 5-10 മിനിറ്റ് ഉണ്ട്. അതിന് അവർ അപ്പിയർ ചെയ്യില്ല. എല്ലാ സമയത്തും നമുക്ക് ആ മീറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ബട്ട് ആ ഒരു കുറച്ച് സമയത്തേക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ചില കൂട്ടർ യങ്സ്റ്റേഴ്സ് എന്താണെന്നറിയില്ല, ദേ ആർ നോട്ട്, അവർ വരാറില്ല. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം, നമ്മളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇതിപ്പോൾ ഇൻറ്റേൺഷിപ്പ് അല്ല, കഠിനമായിട്ടുള്ളതുമില്ല. നമ്മൾ കയറി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി നമുക്ക് AI ഒക്കെ ChatGPT യൂസ് ചെയ്തിട്ട് ഇത് കോണ്ടൻറ്റ് ക്രിയേറ്റ്. ChatGPT യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് തന്നെ വരുന്നില്ല, ഒരുപാട് വർക്ക് കുറവാണ്. നമുക്കിത് SEOൻ്റെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗ്രാമർലിയിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്യേണ്ട, ഹെമ്മിങ് എഡിറ്ററിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്യേണ്ട, AI യൂസ് ചെയ്യാന്നുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. വർക്ക് തന്നെ കുറവാണ്. പിന്നെ അവർ ഇൻറ്റേൺഷിപ്പും ആണല്ലോ. ഇനി മാഡാണെങ്കിൽ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരെ അല്ലാണ്ട് വിളിക്കുന്നുണ്ടോ എന്നും അറിയില്ല. ഇതിപ്പോൾ 99 ഡേയ്സ് ആയിരുന്നു ആ ഒരു ഇൻറ്റേൺഷിപ്പ്. എന്തായാലും പക്ഷെ അതൊരു അനുഭവമായിരുന്നു എനിക്ക്. ഇൻറ്റേൺഷിപ്പിൻ്റെ പിന്നെ ഷോർട്ട് ഫോം ആയതുകൊണ്ട് ഞാൻ ഷോർട്ട് ഫോം ഇതുവരെ ചെയ്തില്ല. ഇനി ഇൻറ്റേൺഷിപ്പ് ഞാൻ വിചാരിച്ചു വാട്ട് ഇറ്റ് ഓപ്പൺസ് നമുക്കറിയില്ല. അത് എനിക്കൊരു വല്ലാത്തൊരു ഇതായിട്ട് തോന്നി. ചിലത് അവർ നമ്മൾ മീറ്റിങ്ങിൽ ഇട്ടാൽ പ്രശ്നമുള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാൽ എന്തെങ്കിലും പറയും. മീറ്റിങ്ങിലില്ലെങ്കിൽ ഇതാരോട് പറയാനാ. പക്ഷേ അതൊരു പുതിയ തലമുറേൻ്റെ ഒരു ആ ചെറിയൊരു നിമിഷത്തേക്ക് ദേ വർ നോട്ട് വില്ലിങ് ടു അറ്റൻഡ് എന്നുള്ളത് ഒരു വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. അറ്റ്ലീസ്റ്റ് അവർ റീസൺ പറയണമായിരുന്നു. ഇപ്പം മാഡത്തിനോട് മാത്രമല്ല, ഇപ്പം നമ്മൾ ആ ഒരു മീറ്റിങ്ങിൽ വന്നിട്ട് ചിലപ്പോൾ അവർ കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കാം, വീട്ടിൽ എത്താത്ത പ്രശ്നമായിരിക്കാം, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കാം, ചിലത് അതായിരിക്കും റീസൺ. പക്ഷെ എന്നാലും അത് പറഞ്ഞാലല്ലേ നമ്മൾ മറ്റൊരാൾ അറിയുള്ളൂ അവരെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഈ റിമോട്ട് ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും ആൾക്കാർ കൊടുക്കാൻ നിൽക്കുന്നില്ല. ഇപ്പം ഞാൻ തന്നെ ആയാലും റിമോട്ട് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ കൊടുക്കില്ല. കാരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ല, ഇവർക്കിപ്പം വീട്ടിലിരുന്ന് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ AI ചെയ്യേണ്ട വർക്കേ ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കാര്യമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കലായിരുന്നു ബുദ്ധിമുട്ട് അന്ന് തോന്നിയത്. പക്ഷെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. പിന്നെ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരുള്ളൂ.
പിന്നെ കസ്റ്റമൈസ്ഡ് ഡൊമെയിനൊക്കെ അങ്ങനെ അങ്ങ് അറ്റാച്ച് ചെയ്തു. വെബ്സൈറ്റ് ഉണ്ടാക്കിയപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചു ആരെയും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ശരിക്കും ഞങ്ങളുടെ സർക്കിളിൽ നിന്ന് തന്നെ ആൾക്കാർ, പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി പെയ്ഡ് ഇൻറ്റേൺഷിപ്പിന് ഞങ്ങളുടെ സർക്കിളിൽ നിന്ന് തന്നെ എടുക്കാമെന്നും വിചാരിച്ച്. പക്ഷെ അവർ ആ ഒരു വന്ന സ്പിരിറ്റ് നമുക്ക് നമ്മുടെ ഒരു സംഭവത്തോട് തോന്നുന്ന ആ ഒരു ഇത് അവർക്ക് തോന്നണമെന്നില്ല. അത് ഞാൻ പറഞ്ഞു അതവിടെ നിന്നു. പിന്നെ അതിനെ പറ്റിയിട്ട് ചെയ്യണോ പിടിക്കണോ ഒന്നും ഇല്ല. നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ശരിക്കും ഒരു നമ്മളിനെ നമ്മുടെ എൻ്റെ ഒരു സർക്കിളായതുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ സർക്കിൾ നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ വിചാരിക്കും നമ്മളെ പരിചയക്കാരെ നമ്മളെ എംപ്ലോയീസായിട്ട് എടുക്കരുത്. നമുക്ക് നമ്മളെ കാര്യം നടന്നു കിട്ടില്ല. നമ്മൾ പേഴ്സണലി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഓക്കെ അവരവർ സാന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു മെൻറ്റാലിറ്റിയാണ്. നമ്മളൊരു 20,000 ഒരു ശമ്പളം എംപ്ലോയിക്ക് കൊടുക്കണമെങ്കിൽ ഒന്നിക്ക് അതിൻ്റെ കൃത്യം സംഭവം എന്താ പറയുക ചെയ്യാൻ അവർക്ക് ഉണ്ടാവണം. ജോബ് ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ എനിക്ക് തന്നെ ഇവിടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പാക്കാക്കലെന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ എനിക്കിത് ഫസ്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം തപ്പിത്തടഞ്ഞ് നമ്മൾ തന്നെ ചെയ്യുന്ന ആയതുകൊണ്ടുള്ളൊരു എന്താ പറയുക ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ കൊറിയറായിട്ട് ഇപ്പം അന്ന് അവിടെ എക്സിബിഷൻ ഹാളിൽ പോയിരിക്കുമ്പോൾ ചില കൂട്ടർ ചോദിച്ചാൽ നിങ്ങൾ ഓൺലൈനായിട്ട് അയച്ചു തരൂലേന്ന്. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഇപ്പം നമുക്ക് വെണ്ടറായിട്ട് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അതിന് നമുക്ക് രജിസ്ട്രേഷൻ വേണം, MSME രജിസ്ട്രേഷൻ എങ്കിലും വേണം. എനിക്കാണെങ്കിൽ രജിസ്ട്രേഷന് ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല. ഒന്ന് ഹെൽത്ത് ഇഷ്യൂ നോക്കിയിട്ട് അങ്ങോട്ട് നോക്കി. ഇതിപ്പം കൊണ്ടുവന്ന എൻ്റെ സ്റ്റോക്ക് ഞാൻ വരുത്തിച്ച സ്റ്റോക്ക് അതൊന്ന് ഈ ഒരു കൊല്ലത്തേക്കുള്ള സ്റ്റോക്കായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അതൊരു കൊല്ലത്തേക്ക് അങ്ങനെ മെല്ലനെ തീർക്കാമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊരു ജൂലൈ പകുതിക്കാണ് ഇതിൻ്റെ മൊത്തം സംഭവം തുടങ്ങിയത്. ഓഗസ്റ്റ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീക്കിലെ സൺഡേയിൽ വള്ളിയമ്മ ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്ത് പോയതൊക്കെ ഓർമ്മയുണ്ട്. വള്ളിയമ്മക്ക് വന്ന കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടായിട്ടില്ല. വള്ളിയമ്മ ഇതുപോലെ തന്നെ 1000 രൂപ ഇപ്പോൾ അവരുടെ ചാർജ്. മുപ്പത്തി നാട്ടിലുണ്ടാകുമ്പോൾ ഒരാൾക്ക്, പക്ഷെ നമ്മളെല്ലാം പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന ഏർപ്പാടല്ലേ ഉള്ളൂ അവരുമായിട്ടും. അന്ന് ഞാൻ കുറേ ഇസ്തിരിയൊക്കെ ഇടിക്കാമെന്ന് വെച്ചിട്ട് വിളിപ്പിച്ചത്. മുപ്പത്തിക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ മുപ്പത്തീൻ്റെ മകനായാലും ഇത് തന്നെയായിരുന്നു. അയാൾ ഇവിടെ ഞാൻ ചെറിയൊരു സൈഡിലൊരു റെനോവേഷൻ, നിലത്തിൻ്റെ റെനോവേഷൻ, അതിലൊരു മേസ്ത്രി ഉണ്ടാവും, ഇയാൾ കുഴച്ച് കൊടുക്കുന്ന ആളും. അയാൾക്കത് അയാൾക്കറിയില്ല. അപ്പോൾ അളക്കേണ്ട ഇതെന്ന് പറഞ്ഞാൽ മേസ്ത്രി അന്നൊരു ദിവസം രാത്രിയായിരുന്നു വന്നിട്ട് അളവെടുത്ത് പോയത്. അളവെടുത്ത് പോയപ്പോൾ ഇതിപ്പം ഞാനും വള്ളിയമ്മയും കൂടിയിട്ടാണ് ഇത് ചെറിയ ടൈൽസ് അല്ല, ഇത് കടയിൽ പോകേണ്ടത്. അപ്പോൾ അളവിൻ്റെ കാര്യം പെട്ടെന്ന് മേസ്ത്രിയും തപ്പിപ്പോയി. ഞാനപ്പോൾ ഇയാളോട് അളവെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇയാൾക്കും അറിയില്ല. പിന്നെ ഇവിടെ വലിയൊരു ഇതുണ്ടായിരുന്നു, അളക്കുന്ന ടാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ച് ഉള്ള സംഭവമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്നെ അളന്നു. അപ്പോൾ പിന്നെ ഓർത്തു ഞാൻ അന്ന് മേസ്ത്രി ആ സമയത്ത് ഇരുട്ടത്ത് വന്നതാണെങ്കിൽ, മേസ്ത്രി പക്ഷേ ടാപ്പൊന്നും എടുത്ത് വന്നതാണോ എനിക്ക് ഓർക്കുന്നില്ല. അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ അളന്നതാണോ, പിന്നെ ഞാൻ തന്നെയായിരുന്നു അളന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ പലതും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുന്നു. നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാത്ത പ്രശ്നം. ഇപ്പം വള്ളിയമ്മക്ക് ഓക്കെ, അപ്പം ഉപകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എല്ലാം അവർ ഇസ്തിരി ഇടുന്ന് കാണിച്ചു കൊടുത്താൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ അവർ നാട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ തന്നെയാണോ പോയതെന്ന് അറിയില്ല. മോൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. മോന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വള്ളിയമ്മ അന്ന് പോയി. അതിന് ശേഷം ഇവിടെ ആകെ മുകളിലൊരു എലീൻ്റെ ഒരു മണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അന്ന് മുതൽ എനിക്ക് മുകളിൽ ആറിയിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് ഞാനാണെങ്കിൽ ഓരോ ദിവസവും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന വ്യക്തിയാണ്. ഈ വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ടും എല്ലാണ്ടും ഉള്ള തിരുമ്പലും എല്ലാം ഉണ്ട്. അത് മൊത്തം സ്റ്റക്കായിപ്പോയി. മഴക്കാലമല്ല, ഇത് ഉണങ്ങി കിട്ടുന്നില്ല, ഇപ്പോഴും ഉണങ്ങാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴേക്ക് വേറെ എന്തോ ഒരു ഇഷ്യൂ വന്നു. അങ്ങനെ ഇങ്ങനെ ടപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂസ് അടുപ്പിച്ച് ഇങ്ങനെ വന്നു. 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ 2025 ഫെബ്രുവരിയിൽ ഞാനൊരു ചെക്കപ്പിന് പോയപ്പം അന്നത് ഈ നമ്മുടെ ഒരു സ്വെല്ലിംഗ് ഒന്നും എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചെക്കപ്പ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തതുകൊണ്ട് മാത്രം ശ്രദ്ധയിൽപ്പെട്ടതാണ്. ആ സമയത്തൊരു 1 മന്തിൻ്റെ ഒരു മെഡിസിൻ കഴിച്ചു. പിന്നെ ഞാൻ ചെക്കപ്പിനും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് തൊടുമ്പം എന്തെങ്കിലും ഒരു മുഴയോ കാര്യമൊക്കെ തോന്നുമ്പോൾ അന്നേരം കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത് ഉള്ളിലുണ്ടാവണമായിരിക്കും, പക്ഷേ ഇത് ഞാൻ വല്ലാതെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ചെയ്തില്ലേ, ഒരുപാട് താളം തെറ്റിപ്പോയി. ഇപ്പം അച്ഛനൊക്കെ ഈ റുമാറ്റിക്സൊക്കെ വരാൻ കാരണം ഒരു കൺസിസ്റ്റൻസി തെറ്റിപ്പോയതാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം.
അതുപോലെ പെട്ടെന്ന് എനിക്ക് ഞാനപ്പോൾ ഞാൻ ഈ ഓവർ അധ്വാനിക്കുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ നെഞ്ഞുവേദന മസിൽ പെയിനൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ പെട്ടെന്നായിരുന്നു ഈ മുഴ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഓഗസ്റ്റ് ഫസ്റ്റ് ആഴ്ചയൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. പെട്ടെന്ന് 2-3 ഞാൻ പറഞ്ഞില്ല വള്ളിയമ്മ പോയി വള്ളിയമ്മേൻ്റെ പറയാൻ കാരണം അതാ 2-3 ദിവസം കഴിഞ്ഞ പാടായിരുന്നു ഇത് വന്നത്. വള്ളിയമ്മ നാട്ടിലുണ്ടാകുമ്പോൾ എനിക്കൊരാൾക്കാണ് വിളിച്ചാലൊക്കെ വരും. പിന്നെ മുപ്പത്തി മാത്രമാകുമ്പോൾ ചിലപ്പോൾ ഇവിടെ താമസിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ തൽക്കാലം ഞാൻ ഇതിപ്പം നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിന് പോകേണ്ടി വരും, ചെക്കപ്പിന് പോകേണ്ടി വരും. അത് ഉള്ളിൽ സംഭവം ഉണ്ടാവും, അത് പെട്ടെന്ന് പുറത്ത് വന്നതാണ്. നമ്മളിപ്പോൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ചെയ്യുമ്പം അസുഖങ്ങൾ അധികമുള്ള അസുഖങ്ങളായിരിക്കും. അതെല്ലാം അധികമായി എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ലതായിട്ട് ആദ്യമായിട്ട് എനിക്കിത് അധികമായിട്ട് വന്നു. ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്തതെന്ന് ചോദിച്ചാൽ എക്സിബിഷൻ ഞാൻ ആ എടുക്കലും വെക്കലും അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കുട്ടിക്കാലത്ത് ഒരു ലീഡർഷിപ്പ് സ്കിൽ തന്നെയാണ് എനിക്ക് വന്നത്. പക്ഷേ ഞാൻ കുറച്ചൊന്നും അധികമായിട്ട് മെനക്കെട്ടു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം പുതിയ സംഭവങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഡൗട്ട് ചോദിക്കാനൊന്നും ആരുമില്ല. കാൻഡിൽ മേക്കിങ്ങിൻ്റെ കാര്യമൊന്നും ഇവിടെ ആരും തലശ്ശേരി ആരും ചെയ്യുന്നില്ല. പിന്നെ പാക്കിങ്ങും കാര്യവും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു. ഞാനൊരു ടീമിനെ വെച്ച് ചെയ്യിക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. വെബ്സൈറ്റ് ഒരു ഭാഗത്തുണ്ടാക്കി, ടെക്നിക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. പക്ഷേ സ്റ്റിൽ അങ്ങനെ ഒരു 24 hours വർക്കല്ല. പക്ഷേ എങ്കിൽ ആദ്യം എനിക്ക് തോന്നി ഞാൻ ക്യാൻഡിൽസ് ഉണ്ടാക്കിയാൽ എണ്ണം എത്തൂലെന്ന് വെച്ചിട്ട്. ഓണത്തിനായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഓണം 21 മുതൽ ഓഗസ്റ്റ് 21 മുതലുള്ള. അപ്പോൾ അത് പിന്നെ അവർ പോസ്റ്റ്പോൺ ചെയ്തു. അത് 4 ദിവസത്തെ എക്സിബിഷനാണ്. ഓരോ ദിവസം അവർ 25K ആൾക്കാരെ പ്രതീക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നാൽ 4 ദിവസത്തേക്ക് ഒരു 1000 പ്രോഡക്റ്റ്സ് എങ്കിലും 1000 പ്രോഡക്റ്റ്സ് എനിക്ക് ആക്കി തീരുമില്ല. മോൾഡായിരുന്നു എൻ്റെ അടുത്ത് കാര്യമായിട്ടുണ്ടായത്. അങ്ങനെയാണ് മറ്റേ ബോട്ടും ഗ്ലാസ്സും ഒക്കെ വരുത്തിച്ചത്. പിന്നെ ഉണ്ടാക്കിയ ക്യാൻഡിൽസും അടക്കം വരുത്തിച്ചത്. പിന്നെ അതിപ്പോൾ ഒക്ടോബറിലേക്ക് 2 ദിവസമാക്കി മാറ്റി. ഒക്ടോബറിൽ കോഴിക്കോട് തന്നെ നടക്കും. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയ ക്യാൻഡിൽസ് വരുത്തിക്കുമ്പോൾ ഞാനും കുറച്ച് അയവ് വരുത്തി. ബട്ട് അറ്റ് ദ സെയിം ടൈം അറ്റ് ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഈ ആഴ്ചകൾ മൊത്തം ഈ എക്സിബിഷന് പോയി വരുന്നവരെയുള്ളൊരു ടെൻഷൻ. ഇപ്പോൾ എക്സിബിഷൻ്റെ തലേന്ന് ഞാനവിടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ 8:50 കഴിഞ്ഞിട്ട് ട്രെയിൻ എത്തിയത്. ഇതൊക്കെ കളക്ട് ചെയ്ത് ഞാൻ ലോഡ്ജിങ്ങിൽ എത്തുമ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞിന്. അല്ലെങ്കിൽ ചെക്കിന് ഉച്ചക്ക് 12 മണിയാണ്. ഞാനവിടെ എത്തുമ്പോൾ 10 മണി കഴിഞ്ഞിന്. പിറ്റേന്ന് ഇതുപോലെ രാവിലെ എനിക്ക് എണീക്കാൻ കഴിയുമോ എന്നുള്ളൊരു പേടിയുണ്ടായിന്. എടുക്കുമ്പോഴൊക്കെ ചെയ്തു. പക്ഷേ കുഴപ്പമില്ല, രാവിലെ എണീക്കാൻ പറ്റി. അവിടെ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഭാഗ്യത്തിന് അവിടെ ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് 9 മണി ശരിക്കും 7 മണിക്ക് ആ ഒരു സ്റ്റോൾ ഓപ്പൺ ആയി കൊടുക്കും വെൻഡേഴ്സിന് അറേഞ്ച് ചെയ്യാം. ഞാൻ അവിടെ 9 മണി കഴിഞ്ഞിട്ട് എത്തിയത്. 10 മണി മുതൽ വാക്കിങ്ങിന് അലൗ ചെയ്യും. പിന്നെ എത്തിയപ്പോൾ പിന്നെ ഇത് റീപാക്ക് ചെയ്യേണ്ട ഒരു മടിക്ക് ഞാൻ എല്ലാം ഒന്നും പൊളിച്ചില്ല. പിന്നെ വൈകിട്ട് ഇതുപോലെ തന്നെ 7:45 ഞാൻ റീപാക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. 9 മണിക്കാറ്റാണ് ഞാൻ അത് തീർത്തത്. എല്ലാത്തിനും അതിൻ്റെ സമയം എടുക്കുന്നുണ്ട്. എവറി ആക്ടിവിറ്റി ഈസ് ടേക്കിംഗ് ഇറ്റ്സ് ഓൺ ടൈം. നമ്മൾ ഈ ഹറിബറി ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് സമയത്തിൻ്റെ ഒരു വില തിരിയൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ വെറി ചെയ്യാൻ ആളുണ്ടാവും. ഇത് വെറുതെ ഇരിക്കുന്നു, മറ്റേ പൈസ ആക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അവസ്ഥ അവരിങ്ങനെ വീട്ടിൽ നിന്ന് പറയുന്ന കേൾക്കാം. പക്ഷെ എന്നാലും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക, ആ ഒരു കൊറോണേൻ്റെ ആ ഒരു റിമോട്ട് ഓപ്പർച്യൂണിറ്റി കണ്ട് വളർന്നത് കൊണ്ടുള്ള അതൊന്നും ഇതുവരെ വിടുതൽ കിട്ടിയിട്ടില്ല അവർക്ക്. അവർ പറയുന്ന പോലെയല്ല. അവരിപ്പം എവിടെയെങ്കിലും ഇൻ്റർവ്യൂസിന് പോയി, ഇനിയിപ്പോൾ സെയിൽസിൻ്റെ ഇതിന് അവർ ബിസിനസ് ഡെവലപ്മെൻ്റ് എന്ന് പറയും എടുക്കുകയാണെങ്കിൽ അവരിപ്പം കമ്പനീസൊന്നും കണ്ണടച്ചിട്ടൊന്നും എടുക്കില്ല. കമ്പനീസിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വരുന്ന ആൾ കോമ്പറ്റീറ്ററാണോ അല്ലയോന്നൊന്നും ഒരു നിശ്ചയം ഉണ്ടാവില്ല. വന്ന് അവരെ ഒന്ന് പഠിച്ചാലേ ഇവരെടുക്കും. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പിന് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവർക്ക് പെട്ടെന്ന് തന്നെ സാലറി വേണം. കാര്യം ശരി, ഇപ്പോൾ എനിക്കായാലും ഒരു സംഭവം ഞാൻ ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ ഇതുപോലെ വെബ്സൈറ്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയുന്ന ഒരു ടീമിന് കൊടുത്തതായിരുന്നു ഈ കാൻഡിൽസിൻ്റെ. ഏൽപ്പിച്ചു, പിന്നെ സ്വാഹ. എപ്പോൾ ചെയ്യേണ്ടതെന്ന് ഒരു ചോദ്യവുമില്ല. അത് അത്രയും നമ്മൾ ക്ലോസ് ആയിരുന്നു. പിന്നെ അതിനെ പറ്റിയിട്ട് എന്താ പറയുക, എങ്ങനെയും അതങ്ങനെയാണ് ഇന്നത്തെ നമുക്ക്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ കമ്പനീസിന് വേണ്ടുന്നത് കമ്പനീസിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് നീങ്ങുന്ന ആളെയാണ്.
ആ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിക്കണം. അപ്പം അങ്ങനത്തെ ഒക്കെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. നമ്മുടെ കഴിവ് നമുക്ക് തെളിയിക്കാൻ ആദ്യം പറ്റണം. നമുക്കുള്ളിലുണ്ട്. ഇപ്പം ചിലപ്പോൾ നല്ല മാർക്കറ്റിംഗ് ചാതുര്യമുള്ള വാക്കുകൾ കൊണ്ട് വീഴ്ത്താൻ പറ്റുന്ന ആളായിരിക്കും. അത് പക്ഷേങ്കിൽ ഒരു മാസമാണെങ്കിൽ ഒരു മാസം അത് കമ്പനിക്ക് തെളിയണമല്ലോ. ഒരു ഇൻറ്റേൺഷിപ്പ് എടുത്തിട്ട് എൻ്റെ സജഷൻ അതാണ്. അൺപെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് കമ്പനിക്ക് അത് പ്രൂവ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് യു ഷുഡ് ആസ്ക് ഫോർ എ സാലറി. അല്ലാതെ ഫസ്റ്റ് ഇപ്പോൾ കമ്പനീസിന് തന്നെ അങ്ങോട്ട് ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ട് കൊളാക്കി വെക്കുന്നതൊക്കെ ഉണ്ടാവാം. അതിൻ്റെ ഒക്കെ പേടി അവർക്കുണ്ടാവാം. അങ്ങനത്തെ കുറച്ചു ഇപ്പോഴത്തെ പിന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ AI ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പം ജൂണിൽ പോകുന്നതിന് മുന്നേ 2 ഓപ്പർച്യൂണിറ്റീസിനായിരുന്നു അപ്ലൈ ചെയ്തത്. അതും കൂടെ പറഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി ഡെക്കാൻ ഹെറാൾഡിൻ്റെ ആയിരുന്നു. അതിലെടുക്കുകയും ചെയ്തു. അവർ ആവശ്യപ്പെട്ടത് നമ്മുടെ ഒരു വീഡിയോ, ഒരു 1 hour and more ഉള്ള വീഡിയോ ഇടുക. അത് പക്ഷേ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരിക്കണം. നമ്മുടെ ഈ ഹെഡ് സ്ട്രാപ്പുള്ള ക്യാമറ ഫോണ് അത് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും. കുക്കിംഗ് ആയിക്കോട്ടെ, യോഗ ചെയ്യുന്ന ആയിക്കോട്ടെ, 1 hourൻ്റെ വീഡിയോ ഇട്ടാൽ നമുക്ക് ആ ഒരു വീഡിയോന് 2000 rupees. പക്ഷെ ഞാനിതൊരു 1 hourൻ്റെ വീഡിയോ അല്ല എൻ്റെ ഈ ഒരു ക്യാമറയിൽ എനിക്കിപ്പം അത് എത്ര കണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറയിൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫേസ്ലെസ് എന്നൊന്നും പറയുന്നൊന്നുമില്ല. ഫേസ്ലെസ് എടുക്കാൻ പറ്റും തോന്നുന്നു. പക്ഷേ നമ്മളിപ്പോൾ യോഗ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ മുഖം എന്തായാലും കാണിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞാനത് നിന്നിട്ടില്ല. പിന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെയായിരുന്നു. മൈക്രോ ലാബ്സ് എന്നുള്ളൊരു US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോൾ AI എന്ന് പറയുന്നത് അവർ ഭാഷയൊക്കെ വിട്ട് ഈ റീജിയണൽ ലാംഗ്വേജസിലൊക്കെ വ്യാപിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ മലയാളം കോണ്ടൻറ്റ് ഇവാലുവേറ്ററോ അങ്ങനെ എന്തോ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് ഞാൻ കൊടുത്തത്. ആ മൈക്രോ ലാബ്സിൽ ഞാൻ മുന്നേ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത് AI ഇൻ്റർവ്യൂ ചെയ്യാം. പക്ഷേ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നമുക്കറിയില്ല നമുക്ക് കിട്ടുന്ന ജോബിൻ്റെ നേച്ചർ എന്താണെന്ന്. നമുക്കത് കയറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് പിടിക്കണം. പക്ഷേ ഇവർ ആ മൊത്തം ഹിൻസും നമ്മൾ ഇൻ്റർവ്യൂ ടൈമിൽ AI ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് ഇങ്ങനെ നോക്കും. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ AI ഇൻ്റർവ്യൂ ഞാൻ തിരിച്ചു പറഞ്ഞിട്ട് ഐ ഡോണ്ട് നോ ദ നേച്ചർ ഓഫ് ദ വർക്ക് വാട്ട് വിൽ അവർ ഇൻസൈഡ് കയറിക്കഴിഞ്ഞാൽ ഐ കനോട്ട് ഇമാജിൻ. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷം മുന്നേ ഔട്ട്ലെയറിൽ കോൺട്രിബ്യൂട്ടറായിട്ട് കയറിയിട്ടുണ്ട്. അത് നോൺ കോഡിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇതിപ്പോൾ മൈക്രോ ലാബ്സിൽ മലയാളം കോണ്ടൻറ്റ് റൈറ്റർ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവസാനം ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അതിലൊരു ആക്ടിവിറ്റി ഇങ്ങനെയാണ്. അതായത് ഒരു ക്ലയൻറ്റ് വന്നിട്ട് നിങ്ങൾ ഫ്രൈഡേ കൊടുക്കേണ്ട സംഭവം. പക്ഷേ നിങ്ങൾക്ക് ഫ്രൈഡേ കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് സാറ്റർഡേ അത് റീചെക്ക് ചെയ്യുക. എന്തോ റീചെക്കാണ്. എന്നിട്ട് നിങ്ങൾക്ക് മൺഡേ കൊടുക്കാൻ പറ്റും. നടുക്ക് സൺഡേ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യുമെന്ന്. ഞാനാണെങ്കിൽ നേരിട്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞു 2-3 സെൻറ്റൻസിലാക്കിയിട്ടായിരുന്നു പറഞ്ഞത്. അത് ഷോർട്ടൺ ചെയ്യാൻ പറഞ്ഞു. ഇംഗ്ലീഷിലാണ് ഇത് മൊത്തം നടക്കുന്നത്, മലയാളത്തിലല്ല. ഷോർട്ടൺ ചെയ്തിട്ട് ഞാനിങ്ങനെ പറഞ്ഞു വി നീഡ് ടു റീചെക്ക് ദ ഡാറ്റ സോ വിൽ ബി ഡിസ്പാച്ചിങ് ഇറ്റ് ഓൺ മൺഡേ ഓൺലി. പിന്നെയും ചുരുക്കാൻ നോക്കി. അതുപോരാ, കുറച്ചും കൂടെ ഒരു പൊലൈറ്റായിട്ട് നമ്മൾ ഈ ഒരു US ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസിലല്ലേ ആ ഒരു നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും, ജസ്റ്റ് ഇംഗ്ലീഷ് അതാ. പക്ഷേ എങ്കിൽ ഞാനൊന്നത് ഇവൺ ഒരു എറണാകുളം പോലും ഒരു നമ്മൾ ടീച്ചിങ് അല്ലാതെ ടീച്ചിങ്ങിനെ നമ്മൾ ഇവിടുത്തെ സ്കൂളുകൾ അല്ലാതെ വിട്ടിട്ടുള്ളൊരു ഏർപ്പാട് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ആ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു വേർഷൻ ഉണ്ടാവും കസ്റ്റമർ കെയർ അല്ലെങ്കിൽ സെയിൽസിലൊക്കെ ഉള്ള ആ ഒരു സംഭവം അറിയില്ല. അപ്പോൾ ഈ AI എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ ചുരുക്കി നമ്മൾ ക്ലയൻറ്റിനോട് സംസാരിക്കുകയാണ്. അതെങ്ങനെ ആ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുമെന്ന്. എന്തോ ഒരു പൊലൈറ്റ് ബിഹേവിയർ. നമുക്ക് പിന്നെ അതിൻ്റെ ഉത്തരം കിട്ടില്ല. ഇപ്പോൾ അധികവും കേനായി മേയായി ഓക്സിലറി വേർബൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലായിട്ട് ഈ സെയിൽസ് ഇൻ്ററാക്ഷന് കസ്റ്റമർ എക്സിക്യൂട്ടീവിനൊക്കെ വരിക. ഇതിപ്പോൾ കോണ്ടൻറ്റ് സ്ട്രാറ്റജിസ്റ്റാണ് ജോബെങ്കിലും ഇതിപ്പോൾ എന്താ അതിൽ കൈമാറാൻ ഉദ്ദേശിക്കുന്നത് എനിക്കും നിശ്ചയം ഉണ്ടായില്ല. അത് പിന്നെ അതങ്ങനെ അങ്ങ് പോയി. ഇപ്പോൾ ഇതുപോലെ 2 വന്നിട്ടുണ്ട്. ഒന്നിനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ഇത് തന്നെയാണ് ഔട്ട്ലെയറിൽ ചെയ്ത പോലത്തെ ഒരു റെസ്പോൺസസ് കമ്പയർ ചെയ്യലാണ്. വേറൊന്ന് ഇതുപോലെ അലൈനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമിൻ്റെ അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇതുപോലെ കണ്ടമാനമുണ്ട് ജനറലിസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ 10 to 40 hours ആണ് ഇപ്പോൾ കമ്പനീസിൻ്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് തന്നെയായിരിക്കും നമ്മുടെ യങ് ജനറേഷനും കാണുന്നുണ്ട് ഈ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റീസിൻ്റെ എല്ലാം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ലിക്ക് ബൈറ്റ് ആണോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമായിരിക്കും. ഇത് ഇവർ പഠിച്ചതൊന്നുമല്ല അവസാനം ജോലിയിൻ്റെ കാര്യത്തിലോട്ട് പോകുമ്പോൾ
വരുന്നത്. ഓപ്പർച്യൂണിറ്റീസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. ഇതിന് പുതിയൊരു പഠിത്തം തന്നെ വേണ്ടി വരും. ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ തന്നെ വേണ്ടി വരും. ഇന്നിപ്പോൾ AI ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല. AIൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ ഒരു കമ്പനീൻ്റെ ഈ ഒരു വർക്കിന് എന്താ നേച്ചർ എന്നൊക്കെ AI പറഞ്ഞുതരും. പക്ഷേ AI ജനറേറ്റ് ചെയ്തിരുന്ന റെസ്പോൺസ് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ക്ഷമ നമുക്ക് വേണം, പേഷ്യൻസ് വേണം. AIക്കും കൃത്യം ഇപ്പോൾ ഇന്നേ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ AI ചോദിക്കാമെന്ന് AIക്കും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളുടെ ഒരു അബ്സോർപ്ഷൻ ഒരു ഭാഗത്ത് നടക്കണം, നമ്മളെ ബ്രെയിനിൻ്റെ അബ്സോർപ്ഷൻ ഒരു ഭാഗത്ത് നടക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പ് ഉണ്ട് എന്നേ ഉള്ളൂ. പിന്നെ നമ്മളാണ് ഈ ഒരു ക്ലയൻറ്റ് കോർഡിനേഷനൊക്കെ ചെയ്യുന്നുണ്ടാകുക. അതിലൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യേണ്ടതൊക്കെ ഫസ്റ്റ് നമ്മൾ ക്വാളിഫൈ ആകണം. നമ്മൾ അവിടെയും ഇൻ്റർവ്യൂ ചെയ്യുന്നത് AI ആണ്. ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്ന AI. എനിക്കൊന്ന് അതിൽ ക്വാളിഫൈ ആയെങ്കിലേ അടുത്ത ഇതിന് അവരെ വിളിക്കുള്ളൂ ടീമിനെ. ഇങ്ങനെ ഒരു AI ഇവാലുവേഷൻ്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് സംഭവം, ഇൻ്റർവ്യൂവിൽ പ്രിപ്പയർഡ് അല്ലാണ്ടിരിക്കുന്നു. ഇൻ്റർവ്യൂവിൽ പ്രിപ്പയർഡ് അല്ലാത്തൊരു പ്രശ്നം വരുന്നത് ഒന്ന് നേച്ചർ ഓഫ് ജോബ് അറിയാത്തൊരു പ്രശ്നമാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിപ്പോൾ മലയാളം കോണ്ടൻറ് റൈറ്റർ സ്ട്രാറ്റജിസ്റ്റിൻ്റെ കണ്ടിട്ട് ആയിരുന്നു ആ മൈക്കോ ലാബ്സിൽ ഞാൻ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ. 3rd ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷെ അതിൽ മൊത്തം ഇംഗ്ലീഷിൻ്റെ കഠിനമായിട്ടുള്ള ഇൻ്ററാക്ഷൻ ആയിരുന്നു വന്നത്. അങ്ങനെ ഇപ്പോൾ ഇന്നലെയും കൂടെ ഒന്ന് കണ്ടിട്ടുണ്ട്. ആ ഒരു അലൈനറിൽ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ്, പക്ഷേ 10 to 40 hours കാണുന്നുണ്ട്. എനിക്ക് പിന്നെ കുറച്ച് ഓവർ സ്ട്രെയിൻ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് കൊണ്ട് ആരും പുറമേ നോക്കുകയാണെങ്കിൽ പക്ഷെ നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് ചെയ്യുന്ന ഓരോ വർക്കും ഒരു വല്ലാത്തൊരു മെൻ്റൽ സ്ട്രെസ്സ് തരുന്നുണ്ട്. അത് യങ്ങർ ജനറേഷനും അത്ര തന്നെ സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഓരോന്നും നമ്മൾ പുതിയ പുതിയ സംഭവങ്ങൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടൈം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ട്രയൽ ആൻഡ് എറർ വരുന്നുണ്ട്. AI ഹെൽപ്പ് ഉണ്ടെങ്കിലും ചിലതൊക്കെ അവിടെ നിർത്തി അടുത്ത സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോഴേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പം വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, ഓക്കെ, ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ഡൊമൈനിലിട്ട് ഞാൻ വലിയ കാര്യത്തിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയത് എൻ്റെ എവിടെയും പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഗൂഗിൾ കൺസോളിൽ ആഡ് ചെയ്യണം, എന്നാലാ ആൾക്കാർ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുള്ളൂ എന്ന്. ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് വരണ്ടെങ്കിൽ അതിന് വേറെ എന്തെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഗൂഗിൾ കൺസോളിൽ അത് ആഡ് ചെയ്തു, ആ പ്രോപ്പർട്ടി ആഡ് ചെയ്തു. വേറെയും പിന്നെ എന്തൊക്കെയോ സ്റ്റെപ്പ് ചെയ്താലേ നമ്മളെ വെബ്സൈറ്റ് എടുത്ത് നിൽക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ഉണ്ട്. സോ എവ്രിതിങ് ഈസ് എ ലേണിംഗ് പ്രോസസ്സ്. ഇതിപ്പോൾ നമ്മളെ പഴയ ആൾക്കാർ പഠിക്കാൻ പോയ പോലത്തെ അവസ്ഥയായിരിക്കും. അവർ വ്യത്യസ്തമായിട്ടത് ചെയ്തു. കുറേ നടന്ന് കടലും എന്നാൽ കാടും മേടും താണ്ടിയിട്ട് വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ചാലഞ്ച് എടുക്കുന്നു. അങ്ങനത്തെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചാലഞ്ചിന് എടുത്താൽ തന്നെ നമ്മൾ ചില അവസരങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം അതും ഈ പഠിച്ച ആൾക്കാർക്കാണ് നഷ്ടപ്പെടുന്നത്. അതാണ് ഏറ്റവും വലിയ സങ്കടം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം സ്വിഗ്ഗി യൂബറും ഒക്കെ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് തരുന്നത്, വേറെയും ഉണ്ടാവും. ഞാനിപ്പോൾ ഈ 2 സർവീസുകളുമാണ് ഈ സാധാ ഒരു നമ്മുടെ പണ്ടേ എടുത്ത സർവീസ്. സ്വിഗ്ഗിയെല്ലാം ഇപ്പം വന്നതാണ്. ഊബറും ഒക്കെ നമ്മൾ ഓട്ടോ കയറി പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എറണാകുളത്തെല്ലാം എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റിൽ നിന്നും നമ്മൾ ഊബറിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അതൊരു കൺവീനിയൻസ് ആണ്. അപ്പോൾ ഡ്രൈവർമാർക്ക് അവസരങ്ങൾ ഇഷ്ടംപോലെ. ഇപ്പോൾ ഡ്രൈവർ നമ്മളെ ഒന്ന് അവിടെ ഇറക്കുന്നപ്പോഴേക്കും അടുത്ത ട്രിപ്പിൻ്റെ ഇത് വന്നിട്ടുണ്ടാവും. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു സംഭവം ഞാനിപ്പോൾ ഗൂഗിൾ ഡോക്സിൽ കുറേ കഴിഞ്ഞത് ഗൂഗിൾ ഡോക്സിൽ കസ്റ്റമൈസ് ലിങ്ക് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ അവരുടെ ലൈഫിൽ എന്ത് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ലൈഫിനെ പറ്റിയിട്ടും പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ വിശേഷങ്ങൾ എൻ്റെ ഒരു ആംഗിളിൽ നിന്ന് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഇരിക്കട്ടെ. ഇത് ദിവസേന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ദിവസേന എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റുള്ള വ്യക്തിയല്ല. നമ്മൾ AI അല്ല, നമ്മൾ റോബോട്ടല്ല. അത് ആദ്യം മനസ്സിലാക്കണം. വി ആർ ഹ്യൂമൻസിന് ഇപ്പോൾ റീല് കണ്ട് നമ്മൾ നോക്കിപ്പോവും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള റീൽ തന്നെയായിരിക്കും അൽഗോരിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ടാകുക. അങ്ങനെ കുറേ റിസേർച്ചൊക്കെ ചെയ്ത് ഇപ്പോൾ ക്യാൻഡിൽ തന്നെ ഞാൻ 1.5 വർഷമായി ഈ ക്യാൻഡിൽ ഉണ്ടാക്കാൻ പഠിച്ചിട്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് കൊണ്ടുപോകേണ്ടതായിരുന്നു എക്സിബിഷന്, ഞാൻ ഈ ഓഗസ്റ്റിലാണ് കൊണ്ടുപോയത്. എവറിത്തിങ് ഈസ് ടേക്കിംഗ് ടൈം. ഇതന്നെ ഞാൻ എടുപ്പിടിയെന്ന് വെച്ചിട്ടങ്ങ് ചെയ്തതാണ്. അപ്പോഴേക്കും ഇപ്പം മുഴ 2ാമത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്നറിയാണ്ട് നോ ആയിട്ട് അതിപ്പം ആക്സെപ്റ്റ് ചെയ്യണം. നമുക്കിപ്പോൾ വേറെ രക്ഷയില്ല. ഇപ്പോൾ ക്യാൻസറാണെന്ന് പറഞ്ഞാൽ ക്യാൻസറായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യണം.
ബട്ട് നമ്മൾ ചെയ്യേണ്ട തിരിഞ്ഞു നോക്കുമ്പം നമ്മളെന്ത് ചെയ്തു എന്നുള്ളത് നോക്കുമ്പം ഓക്കെ അതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ക്യാൻഡിൽ ബിസിനസ് ലോഞ്ച് ചെയ്യാൻ പറ്റിയത് പിന്നെ അതുമല്ല അത് എക്സിബിഷനിൽ കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണ് ആൾ വാങ്ങിപ്പോയത്. അല്ലാതെ എനിക്ക് ഇത് ക്യാൻവാസ് ചെയ്യൽ പ്രയാസമാണ്. അവിടെ പോയപ്പോഴിങ്ങനെ ഓൺലൈനായിട്ട് അയച്ചുതരുമെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൊറിയർ കവറൊന്നും ഞാനിവിടെ വെച്ചിട്ടില്ല. പിന്നെ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ നേരത്തെ പറഞ്ഞ രജിസ്റ്റർ ചെയ്യാനൊന്നും ആയിട്ടില്ല. അതിന് നമ്മൾ രജിസ്ട്രേഷൻ ഇതൊക്കെ വേണം. അപ്പം ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ പാക്കിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഇങ്ങനത്തെ കാർഡ്ബോർഡ് തന്നെ ഇങ്ങനെ വരുത്തിച്ചുണ്ട് വലിയ കാർഡ്ബോർഡ് ഷീറ്റിൽ അതൊക്കെ കട്ട് ചെയ്ത് അതുമെല്ലാം പഠിക്കൽ തന്നെ നമ്മൾ ഓരോ ചെയ്യുന്നത്. ഒരു കുറേ ചെയ്യുമ്പോൾ ഒരു ബോറിംഗ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളൊക്കെ ഈ മുഷിപ്പിനെ ഓവർകം ചെയ്തിട്ട് മുഷിപ്പില്ലാഞ്ഞിട്ടല്ല മടിയില്ലാഞ്ഞിട്ടല്ല ഓരോന്നും ഓരോ സമയം കഴിയുമ്പോൾ അത് ഓവർകം ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുള്ളതിൽ നിന്നാണ് അടുത്ത പുതിയ ഇതിലോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ക്യാൻഡിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിൽ അഭിമാനമുണ്ട്. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പം മറ്റുള്ളവരുടെ ലൈഫിനെ പറ്റിയിട്ട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പം അവരുടെ ചരിത്രം അറിഞ്ഞതിനെ കൊണ്ടും കാര്യമില്ല. ചിലതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇപ്പം നവ്യ നായരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ആസ്വദിച്ചു. അതുപോലെ തന്നെ എൻ്റെത് ഇപ്പം അൽഗോരിതം എനിക്കറിയില്ല, അമേരിക്കൻ അൽഗോരിതമാണ്. അമേരിക്കയിൽ എൻ്റെ ഫസ്റ്റ് 2 ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട്. അതാണ് എനിക്കിപ്പോൾ അമേരിക്കേൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉള്ളൂ. അതെല്ലാം കൂടിയിട്ടാണോ ഇത് മൊത്തം ഇങ്ങനെ ആക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും 1 വ്യൂ 2 വ്യൂ 3 വ്യൂ ഒക്കെ ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ കിടക്കുന്നത്. എന്തായാലും അവിടെ ഇരിക്കട്ടെ എൻ്റെ ഭാഗത്തുള്ള ഒരു വിശേഷം. ഞാൻ ഒരുപാട് ഇടാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കൊരുപാട് ചെയ്യാനുള്ളത് ഇവിടെ. കുറച്ച് ജനറലായിട്ടുള്ള ടോപ്പിക്സ് സംസാരിച്ച് പിന്നെ എന്തായാലും ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ എന്തോ ഒരു നല്ല സംഭവമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇത് 2 വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. നേരത്തെ ഒന്ന് കട്ടായിപ്പോയി സ്റ്റോറേജ് സ്പേസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട്. പബ്ലിക് സെറ്റിങ്ങിൽ കുറച്ച് ദിവസം ഉണ്ടാവും. പിന്നെ ഞാൻ കസ്റ്റമൈസ് ലിങ്കായിട്ട് ഗൂഗിൾ ഡോക്സിൽ ഇത് അറ്റാച്ച് ചെയ്യും.